ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഉച്ചയൂണിന് മീൻ വറുത്ത് കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് മീൻ വറുത്ത് നോക്കൂ. അപാര ടേസ്റ്റുള്ള ഒരു മീൻ ഫ്രൈ മസാലയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഫിഷ് ഫ്രൈ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു മസാല ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊരു കറിയും വേണ്ട. അപാര ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ഇത് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള മീനാണ് വേണ്ടത്. ഞാനിവിടെ ഇത് 300 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്താൽ ഈ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ മീൻ കഷ്ണങ്ങളിൽ പിടിച്ചു കിട്ടും. അപ്പോൾ ഒരു കൈക്കുമ്പോൾ വെള്ളം നമുക്ക് ഇതിലേക്ക് തളിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ മീൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ചേർത്തും ഫ്രൈ ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. കൂടുതൽ ഫ്ലെയിം വെച്ച് ഫ്രൈ ചെയ്യരുത്. ഇപ്പം മീൻ കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഫ്രൈ ആയാൽ മതി. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ആ മീൻ കഷ്ണങ്ങളെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ മറ്റേ സൈഡും നമുക്ക് 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ താഴെ ഭാഗം ഇതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് കുത്തി പൊടിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇതുപോലെയാണ് നമുക്ക് ഫ്രൈ ആയി കിട്ടേണ്ടത്. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ചേർക്കാം. കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. വേപ്പിലേക്ക് ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സവാള ഹാഫ് സ്ലൈസായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഈ പച്ചമുളകും സവാളയും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങണം. അതുവരെ വഴറ്റണം. ഇതുപോലെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരണം. എണ്ണയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കാവുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഈ സമയത്തെല്ലാം നമ്മൾ മീഡിയം ഹീറ്റിലാണ് കേട്ടോ കുക്ക് ചെയ്തത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് വഴറ്റി കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ ലഭിക്കാൻ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഈ മസാലയുമായി മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ ചേർക്കരുത്. അല്പം ഇങ്ങനെ ചേർത്താൽ ഈ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മസാല ഫ്രൈഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഊണിന് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊരു കറിയും വേണ്ട, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ തന്നെ തിന്ന് തീർക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ പാകത്തിലെടുത്താൽ വളരെ നല്ലതാണ്. കുട്ടികളുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും ഉണക്കമുളക് കുരുമുളകിൻ്റെയൊക്കെ അളവ് കുറച്ചെടുക്കുക. വലിയവർക്കാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.